ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. ഡൽഹി മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്തയെ നിയമിച്ചു. ഇന്ന് ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനം. പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയാകും. ഷാലിമാർ ബാഗിൽ നിന്നുള്ള MLA ആണ് രേഖാ ഗുപ്ത. ഡൽഹിയിലെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രി കൂടിയാണ്. യോനാസ്ബർഗിൽ നടക്കുന്ന G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ നാളെ ദക്ഷിണാഫ്രിക്കയിലെത്തും. 2 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ഉഭയകക്ഷി ചർച്ചകളിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിനും തമിഴ്നാടിനും ഒരുപോലെ സ്വീകാര്യമായ പരിഹാരം കണ്ടെത്തണമെന്ന് സുപ്രീം കോടതി. മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയുടെ നേതൃത്വത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും യോഗം വിളിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ വികസന നേട്ടങ്ങളിലും നവകേരള നിർമ്മാണത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂരിൽ നടന്ന തദ്ദേശ ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ മാർച്ച് അവസാനത്തോടെ പൂർണ്ണതയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ആശാ വർക്കർമാർക്ക് ഉപാധിരഹിത ഓണറേറിയം അനുവദിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി വീണ ജോർജ്. ആശാ വർക്കർമാരുടെ സംഘടനാ പ്രതിനിധികളുമായി ഫെബ്രുവരി 6 നടത്തിയ ചർച്ചയിലെ പ്രധാന ആവശ്യമാണ് നടപ്പിലാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. 3 മാസത്തെ ഓണറേറിയം ഇന്നു മുതൽ വിതരണം ചെയ്യും. വയനാട് ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും തകർന്ന ചൂരൽമല പാലം പുനർനിർമ്മിക്കുന്നതിനുള്ള 35 കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശത്തിന് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം. അപകടങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ള വിധത്തിൽ മുൻപുണ്ടായിരുന്ന പാലത്തേക്കാൾ ഉയരത്തിലാകും പുതിയ പാലം നിർമ്മിക്കുക. 268 മീറ്റർ നീളമുള്ള പാലം ചൂരൽമല ടൗണിനെ മുണ്ടക്കൈ റോഡുമായി ബന്ധിപ്പിക്കും. ഇടുക്കി മൂന്നാറിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 3 വിദ്യാർത്ഥികൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ നിന്നുള്ള കോളേജ് വിദ്യാർത്ഥികളാണ് മൂന്നാർ എക്കോ പോയിന്റിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. അപകട സമയം 40 പേരാണ് ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസിൽ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രകാരം നിർമ്മിച്ച പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി JP നഡ്ഡയും സഹമന്ത്രി ജിതേന്ദ്ര സിംഗും ചേർന്ന് നാളെ നിർവഹിക്കും. 9 നിലകളുള്ള കെട്ടിടത്തിൽ തീവ്രപരിചരണ സേവനങ്ങൾക്കായി 130 കിടക്കകളും പേ വാർഡിനായി 40 മുറികളും സജ്ജീകരിച്ചിട്ടുണ്ട്. ലിഥിയം ഖനനവുമായി ബന്ധപ്പെട്ടുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും അർജന്റീനയും തമ്മിൽ ധാരണയായി. ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി G. കിഷൻ റെഡ്ഡിയും കാറ്റമാർക്ക ഗവർണറും തമ്മിൽ ഇത് സംബന്ധിച്ച് ധാരണാപത്രം ഒപ്പുവച്ചു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എന്നിവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കാൻ ഇന്ന് ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. മലപ്പുറം കൊണ്ടോട്ടി താലൂക്കിൽ പുറമ്പോക്കിൽ ദീർഘകാലമായി താമസിച്ചു വരുന്ന 23 കൈവശക്കാർക്ക് പട്ടയം നൽകാനും യോഗം അനുമതി നൽകി. കോഴിക്കോട് ജില്ലയിലെ ആന എഴുന്നള്ളിപ്പുകളിൽ ഫെബ്രുവരി 21 വരെ ഒരു ആനയെ മാത്രം എഴുന്നള്ളിക്കാൻ താൽക്കാലിക അനുമതി. നാട്ടാന പരിപാലനവുമായി ബന്ധപ്പെട്ട ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്. മണക്കുളങ്ങര ക്ഷേത്രത്തിലെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ ആന എഴുന്നള്ളിപ്പുകൾ ഒരാഴ്ച നിർത്തിവച്ചിരുന്നു. പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത മുന്നിൽ കണ്ട് കെട്ടിടങ്ങളിലും തീപിടുത്ത സാധ്യതയുള്ള മേഖലകളിലും അടിയന്തര ഫയർ ഓഡിറ്റ് നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. പാലക്കാട് കഴിഞ്ഞ 7 ദിവസത്തിലധികമായി താപനില 34 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ നടന്ന റാഗിങ്ങിൽ പ്രതികളായ 5 പേരെയും ഏറ്റുമാനൂർ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പോലീസിന്റെ അപേക്ഷ പരിഗണിച്ച് 2 ദിവസത്തേക്കാണ് കസ്റ്റഡി. ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഉദ്ഘാടന മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ പാകിസ്ഥാന് 321 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ ബംഗ്ലാദേശിനെതിരെയാണ്. UGC കരട് റെഗുലേഷനുകൾ സംബന്ധിച്ച് ദേശീയ കൺവെൻഷൻ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നാളെ തിരുവനന്തപുരത്ത് ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിമാർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കൊല്ലം ഓടനാവട്ടം KRGPM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടത്ര ശുചിമുറി സൗകര്യമില്ലെന്ന പരാതി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് നിർദ്ദേശം. മനുഷ്യാവകാശ കമ്മീഷൻ ആണ് നിർദ്ദേശം നൽകിയത്. പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ശുചിമുറികൾ തുറന്നു നൽകുന്നില്ലെന്നും മൂത്രപ്പുരകൾ വൃത്തിഹീനമാണെന്നും ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയിലാണ് കമ്മീഷൻ ഇടപെടൽ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.